ഊരകം പഞ്ചായത്തിൽ UDF-ൽ കോൺഗ്രസിന് അർഹമായ അംഗീകാരം നൽകിയില്ല എന്നും അതോടൊപ്പം തന്നെ വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നും സീറ്റ് നൽകുന്നതിലും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവികൾ നൽകുന്നതിലും ലീഗ് വാക്കുപാലിച്ചില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് മറുപടിയുമായി ഇപ്പോൾ ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ നമ്മളൊപ്പം ചേരുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഊരകം പഞ്ചായത്ത് സെക്രട്ടറി ഉബൈദ് മാഷ്, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ സമദ് ഉൾപ്പെടെയുള്ളവർ ചേരുന്നു. കോൺഗ്രസിനെ പരിഗണിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. അല്ല, ഞങ്ങളെ ഊരകം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും കോൺഗ്രസിനെ പരിഗണിച്ച് അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഊരകം പഞ്ചായത്ത് മുന്നോട്ട് കൊടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മുടെ UDF ചെയർമാൻ ഉന്നയിച്ച ഒരു പ്രസ്താവന, അത് സത്യത്തിൽ അനവസരത്തിലും അതുപോലെ തന്നെ വാസ്തവ വിരുദ്ധവുമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെൻ്റ് പ്രകാരം അവർക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് പ്രോമിസാണ്. ആ പ്രോമിസ് ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിന്നെ കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ജനറൽ സീറ്റിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെ വേണം എന്ന ഒരു നിർബന്ധം അവർ മുന്നോട്ട് വെച്ചിരിക്കണം. അത് നേരത്തെ അവർ ആവശ്യപ്പെട്ടു എന്നാണ്? ഇല്ല, നേരത്തെ അങ്ങനെ അഗ്രിമെൻ്റ് ഇല്ല. ഞങ്ങളുള്ള അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ജനറൽ സീറ്റ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി പിന്നെ പ്രസിഡന്റ് വനിതാ സംവരണം വരുമ്പോൾ ജനറൽ സീറ്റിൽ ഒറ്റ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഭരണവും അതിൻ്റെ താല്പര്യവും അതിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു പുരോഗതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നിർബന്ധ സാഹചര്യത്തിൽ ഞങ്ങളെ ചില ആളുകളെ പരിഗണിക്കേണ്ടതുണ്ട്. ആ ഒരു വിഷയം നമ്മൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ്. പിന്നെ അവർ ഒരു പരാതിയായി പറയേണ്ട ഒരു സാഹചര്യം പരിഗണിക്കാത്ത സാഹചര്യം ഊരകം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ ഒരു ബ്ലോക്ക് സീറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. അത് ഇത്തവണ ലീഗിന് വിട്ടുവീഴ്ച ചെയ്ത് വിട്ട് നൽകിയെന്നാണ്? അല്ല, അത് ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നമ്മൾ പല രീതിയിലുള്ള ഫോർമുലകളാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ അത് ബ്ലോക്ക് സീറ്റാകും, ചിലപ്പോൾ അത് പഞ്ചായത്തിലാകും. അപ്പോൾ പല രീതിയിലുള്ള അറേഞ്ച്മെന്റ് ഓരോ സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കി പോരും. മറ്റ് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ഒരു സീറ്റ്, ഒരു വാർഡ് എന്നുള്ള ഒരു പരിഗണന ഞങ്ങളെ പഞ്ചായത്തിൽ ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഓരോ സമയത്ത് നമ്മൾ ഓരോ രീതിയിലുള്ള, ചില സമയത്ത് നമ്മൾ ചില ആളുകളെ പരിഗണിക്കേണ്ട സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ ചില വാർഡുകൾ വിട്ടുകൊടുക്കാൻ പ്രയാസങ്ങൾ വരുമ്പോൾ അത് ബ്ലോക്ക് സീറ്റ് കൊടുത്ത് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. ആ ഒരു അഡ്ജസ്റ്റ്മെന്റാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുള്ളത്. അതിന് മുന്നേ ഉള്ള സീറ്റിൽ അത്ര നമ്പർ തരാൻ ഇപ്രാവശ്യം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അവർ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭരണ സംവിധാനം വരുമ്പോൾ ഭരണത്തിലൊരു പ്രാതിനിധ്യം നൽകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫർ ചെയ്തിട്ടുള്ളത്. ആ പ്രോമിസ് നമ്മൾ പാലിച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ അങ്ങനെ നേരത്തെ പറഞ്ഞു എന്നാണ് അവർ? അല്ല, അത് അവർ പറയുന്ന ഒരു വാദമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള നമ്മളെ MLA, ഞങ്ങളെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ ഒരു ഓഫർ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയേണ്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടാണല്ലോ, അല്ല മീഡിയന്റെ മുന്നിൽ വന്നിട്ടല്ലല്ലോ ഈ വിഷയം പറയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരിഹരിക്കുമല്ലോ. ഇത് മീഡിയന്റെ മുന്നിൽ വന്നിട്ട് ഊരകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പ്രതീതി വരുത്തിയത് ഒരിക്കലും ഒരു ഉചിതമായ നടപടി ആയില്ല എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ച്. ആവശ്യപ്പെട്ട് കോൺഗ്രസ് കത്ത് നൽകിയിട്ടുണ്ടോ? അത് ആവശ്യപ്പെട്ട് കോൺഗ്രസ് കത്ത് നൽകി. കത്തിലും അവർ പറയുന്നത് ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നാക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്, ജനറൽ നിങ്ങൾ ആവശ്യപ്പെടരുത്, അതിനിങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ വനിതാ സംവരണത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കത്തും കൊടുത്തിട്ടുണ്ട്. അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നേതൃത്വത്തെയാണ് സമീപിക്കേണ്ടത്, അല്ലാതെ നേരെ മീഡിയാസിന്റെ മുന്നിൽ പോയി പറയാന്നുള്ളത് ഒരു ഉചിതമായ നടപടിയായില്ല. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അബ്ദുൽ സമദ് കൂടി ഉണ്ട്. അതായത് ഇനി നമ്മളെ പരിഗണിച്ചില്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇല്ല, അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. മുന്നണി സംവിധാനത്തിൽ തന്നെയാണ് നമ്മളെ ഭാഗത്തുനിന്ന് എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തിട്ടുണ്ട്. മാഷ് പറഞ്ഞ വരി നേരത്തെ ഉള്ള ഒരു ധാരണ പ്രകാരം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് കൊടുക്കാൻ പറഞ്ഞിട്ട് ചെയർപേഴ്സൺ, അത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറുമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു മീഡിയൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന ആക്കിയത് എന്താണെന്ന് നമുക്ക് അറിയില്ല.
ഞങ്ങൾ നേരത്തെ എടുത്ത തീരുമാനം പറയാൻ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. അവരെ പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. അതായത് പ്രശ്നം എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തിരുത്തൽ UDF അത്രേ ഉള്ളൂ. തെറ്റിദ്ധാരണകൾ അതിപ്പോൾ ഒരു മുന്നണിയാവുമ്പോൾ പല പാർട്ടികളല്ലേ, സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അത് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഇപ്പം അവരെ നമുക്കൊരു കത്ത് തന്നു, ഞങ്ങൾ അതിൻ്റെ ഒരു അപ്രായോഗികത പറഞ്ഞിട്ട് അവർക്കൊരു റിപ്ലൈ കൊടുത്തു. പിന്നെ അവിടെ ഒരു ചർച്ചയാണല്ലോ ആവശ്യം. ആ ചർച്ചയ്ക്ക് നിൽക്കാതെ ഊരകം പഞ്ചായത്തിൽ UDF-നിടയിൽ വലിയ ഒരു പൊട്ടിത്തെറിയുണ്ട് എന്നുള്ള രീതിയിൽ മീഡിയാസിൽ വരിക എന്നുള്ളത് ഒരു നല്ല ഉചിതമായ നടപടി ആയില്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. മാത്രമല്ല ഞങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരെ പരിഗണിച്ചതൊക്കെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ ഏറ്റവും സ്ട്രോങ് ബെൽറ്റിലാണ് നമ്മൾ കോൺഗ്രസിൻ്റെ പ്രതിനിധികളെ നിർത്തി മത്സരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവർ പരിഗണിക്കേണ്ടതാണ്. നമ്മൾ പല സമയത്ത് പല സീറ്റുകൾ കൊടുത്ത് വിജയസാധ്യത ഉള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നോക്കുക. അത് നോക്കി ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ അവരെ മത്സരിപ്പിച്ച് ജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ UDF-ൽ യാതൊരു ഭിന്നതയും ഇല്ല. അപ്പോൾ ചെയർമാൻ പറഞ്ഞത് സത്യത്തിൽ അത് അനവസരത്തിലും സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെന്റും അല്ല എന്നാണ് ഞങ്ങൾക്ക് അതിൽ തിരുത്താനുള്ളത്. UDF-ൽ ഊരകം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രതിസന്ധിയും ഊരകത്തില്ല. അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഇവിടെ ഉണ്ട്. അങ്ങനെ പരിഹരിക്കേണ്ട കേസ് അതിലുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് UDF ചെയർമാന്റെ ഈ പ്രതികരണം അനവസരത്തിലായിപ്പോയി എന്നുള്ളതാണ്. നിലവിൽ UDF-മായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ പറഞ്ഞ് തീരുമാനിച്ച് മുന്നോട്ട് പോകും, നേതൃത്വം ഇടപെട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഊരകത്ത് UDF-ആയി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.